ഇന്ന് നമ്മളിവിടെ കട്ട് പീസ് ആയിട്ടുള്ള വേസ്റ്റ് തുണികളാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ തുണികളൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് എല്ലാ തുണികളും തന്നെ അയൺ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് തുണിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതാ ഒരു പേപ്പറിൽ സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളവും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അത് നമുക്ക് തുണിയുടെ മുകളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ആ ഒരു ഷേപ്പിൽ തുണിയിലൊന്ന് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് ആ ഒരു തുണിയിൽ നിന്ന് സ്ക്വയർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള തുണികൾ നമുക്ക് സെയിം രീതിയിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് മൊത്തം 16 പീസുകളാണ് സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇതിനി സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നല്ല ഭാഗത്തേക്കായിട്ട് അടുത്തൊരു പീസ് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക മുകളിലേക്ക്. അതിനുശേഷം മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു തുണി നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തൊരു പീസ് തുണി എടുത്തിട്ട് ഇതേ രീതിക്ക് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ആക്കാം. അതിനുശേഷം അടുത്തൊരു പീസ്, അങ്ങനെ ഒരു ലെയറിൽ 4 പീസ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മളിതാ ഒരു ലെയർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു ലെയർ, ആ ഒരു രീതിക്ക് 4 ലെയറുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ലെയറിൻ്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കുക, നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിക്ക്. ഇനി നമുക്കൊരു അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ 2 ലെയറുകളും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. അതിനുശേഷം നമ്മളൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിക്ക് തന്നെ അടുത്ത 2 ലെയറും നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ 2 ലെയറുകളും നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് എടുക്കണം. അപ്പം നമ്മളിതാ ലെയറിൻ്റെ മുകളിലേക്കായിട്ട് അടുത്തൊരു ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കുക, അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ 4 ലെയറുകളും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പ്ലേറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ പ്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ തുണിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മളിതാ സ്പോഞ്ച് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. സ്പോഞ്ച് ഷീറ്റ് നമുക്കൊന്ന് നിവർത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. പ്ലേറ്റിൻ്റെ റൗണ്ട് ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്പോഞ്ച് ഷീറ്റ് നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതാ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളിതിൻ്റെ ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത് നോൺ വൺ ഫാബ്രിക് ആണ്. നിങ്ങൾക്ക് സാധാരണ കോട്ടൻ്റെ തുണി എടുത്താലും മതി കേട്ടോ. അതിലേക്ക് നമ്മൾ ആ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗത്തേക്കായിട്ട് സ്പോഞ്ച് ഷീറ്റ് കട്ട് ചെയ്തത് നമ്മൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു തുണിയും ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ 3ൻ്റെ അരിക് ഭാഗങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് റൗണ്ടിലൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതിൻ്റെ അരികിലൂടെ ആയിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അരിക് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്രോസ് പീസ് ജോയിൻ്റ് ആക്കിയിട്ട് ഇതുപോലെ ഒരു സ്ട്രിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിൻ്റെ അരികിലൂടെ ആയിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ ഈ ഒരു രീതിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഭാഗം ബാക്കിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അരികിലൂടെ ആയിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. ഇന്ന് നമ്മൾ ടേബിൾ മാറ്റാണ് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് പൈസ ചിലവില്ലാതെ വേസ്റ്റ് തുണി കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.